മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു പുതിയ തുടക്കം നമുക്കിന്ന് കുറിക്കാം. ഇന്നലെ അത് കഴിഞ്ഞുപോയി. ഒത്തിരി നഷ്ടങ്ങളും ചിലപ്പോൾ ലാഭവും അല്ലെങ്കിൽ ചിലപ്പോൾ ചില പരാജയങ്ങൾ, വീഴ്ചകൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതെല്ലാം മാറ്റിയിട്ടൊന്നൊരു പുതിയ തുടക്കം നമുക്ക് കുറിക്കാം. ദൈവം ഒരു ദിവസം കൂടി നമുക്ക് തന്നിരിക്കുകയാണ്. ആ വലിയ കൃപയ്ക്ക്, കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ദിവസം നമുക്ക് ആരംഭിക്കാം. ദൈവത്തോട് ചേർന്ന് ആരംഭിച്ച് ദൈവത്തോടു കൂടി ഈ ഒരു ദിവസം നമുക്ക് പൂർത്തിയാക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം യാചിച്ചുള്ള ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമുക്ക് എല്ലാ സമർപ്പിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വൈദികരായിട്ടുള്ളവർ, മിഷണറിമാർ, അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ വചനപ്രഘോഷണം നടത്തി ശുശ്രൂഷ ചെയ്യുന്ന ആത്മായ സഹോദരങ്ങളുണ്ട്. എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരണം ഏറെ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അതുകൊണ്ട് ശക്തി കിട്ടാൻ വേണ്ടി ഇവരെ എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ സന്ദേശം, ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം നമുക്ക് ശ്രവിക്കാം. ആ സന്ദേശം ഏറ്റവും ഫലപ്രദമായി അത് സ്വീകരിച്ച് ഫലം നൽകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ വചനം നമുക്ക് ശ്രവിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പുത്രൻ അരുളി ചെയ്തല്ലോ, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരം വിട്ടുപോകരുത് എന്ന്. കർത്താവേ, ഞങ്ങൾക്ക് ആ പരിശുദ്ധാത്മാവിനെ വേണം, ശക്തി വേണം ഞങ്ങൾക്ക്. അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഈ വചനം ശ്രവിക്കാനുള്ള ജ്ഞാനം നൽകണമേ, ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ. ആത്മാവിൻ്റെ ശക്തിയാലാണല്ലോ വചനം മാംസം ധരിച്ചത്. അതുപോലെ ഞങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും മാറി വചനം ഹൃദയത്തിൽ വേരൂന്നി 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയത്തക്ക വിധം ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു.
പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിനാൽ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചകയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായി വിധവ. ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജനനം കഴിഞ്ഞ് 40 ദിവസങ്ങൾക്ക് ശേഷം ദേവാലയത്തിൽ ഉണ്ണിയെ കാഴ്ചയർപ്പിക്കാൻ മാതാപിതാക്കൾ പോകുന്ന രംഗമുണ്ട്. അപ്പോൾ അവിടെ ഒരു ശിമയോൻ, അതോടൊപ്പം തന്നെ പ്രവാചികയായ അന്നയും രക്ഷകൻ്റെ വരവ് പ്രതീക്ഷിച്ച് കാത്തിരുന്ന 2 വ്യക്തികളാണ് അവിടെ വെച്ച് യേശുവിനെ തിരിച്ചറിയുകയാണ്. ആ കുഞ്ഞിൽ ദൈവപുത്രനാണ്, വരാനിരിക്കുന്ന മിശിഹായാണെന്ന് ഈ 2 പേരും തിരിച്ചറിയുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് രക്ഷകൻ്റെ വരവ് പ്രാർത്ഥനാപൂർവം കാത്തിരുന്ന 2 പേര്. അപ്പോൾ ആ കാത്തിരിപ്പ്, അതിൻ്റെ സന്തോഷവും സംതൃപ്തിയുമാണ് ഈ രക്ഷകനെ കണ്ടെത്തിയപ്പോൾ അവരുടെ 2 പേരുടെയും ജീവിതത്തിൽ വലിയൊരു സംതൃപ്തി, വലിയൊരു ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം, വലിയൊരു സാഫല്യമടയുന്നതിൻ്റെ അനുഭവമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ ശിമയോൻ യേശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. അവിടെ കർത്താവിൻ്റെ അഭിഷിക്തനാണ്. കർത്താവിൻ്റെ അഭിഷിക്തനായ യേശുവിനെ കാണുന്നവരെ മരിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വെളിപാട് കിട്ടിയ ശിമയോൻ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കൊണ്ടാണ് അന്ന് ദേവാലയത്തിലെത്തിയത്. കാരണം ആ ദൈവത്തിൻ്റെ വാക്ക് നിവൃത്തിയാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നയിച്ച് ദേവാലയത്തിൽ കൊണ്ടുവരികയാണ്. ഈ ഉണ്ണിയെ കാഴ്ച സമർപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ, എന്നിട്ട് ഈ ഉണ്ണിയെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞ് സാഫല്യമടഞ്ഞ് നന്ദി പറയുന്ന അനുഭവമാണ്. എന്നിട്ട് പറയുന്ന വാക്കാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. കാരണം എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അതാണ് ജന്മസാഫല്യം. ഈ ജീവിതത്തിൽ മറ്റൊരാഗ്രഹവും ഇല്ല. വിദേശത്ത് പോകണമെന്നും ജോലി സമ്പാദിക്കണമെന്നും ഒന്നുമില്ല. ജീവിതത്തിൻ്റെ ഏക ആഗ്രഹം രക്ഷകനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനി മരിച്ചാലും കുഴപ്പമില്ല. ഞാൻ ഓർക്കുന്നു, എനിക്ക് പട്ടം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന രോഗിയായിരുന്ന എൻ്റെ അമ്മ, പട്ടത്തിന് അവിടെ വന്ന് ഇരിക്കാൻ പറ്റുമെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ദൈവം കൊണ്ട് ഇരുത്തി, എല്ലാത്തിനും പങ്കെടുത്തു സന്തോഷത്തോടു കൂടി. അത് കഴിഞ്ഞ് അന്ന് വന്നവരോട് അമ്മ പറയുകയാണ്, ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ മറ്റൊരു സ്വപ്നവും ഇല്ല, മറ്റൊരു പ്രതീക്ഷയില്ല.
ജീവിതത്തിൽ വലിയൊരു സാഫല്യം അടഞ്ഞതിൻ്റെ അനുഭവമാണ്. അതുപോലെയാണ് അന്നയും. അന്ന ഇപ്പോൾ വയസ്സ് 84 ഓർക്കണം. കല്യാണം കഴിച്ചു, പക്ഷേ 7 വർഷം മാത്രമേ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. ഭർത്താവ് മരിച്ചു. അങ്ങനെ ഭർത്താവ് മരിച്ച് ചെറുപ്പത്തിലെ വിധവയായവളാണ് അന്ന. പിന്നെ ജീവിതത്തിൽ അവൾ ഒറ്റയ്ക്കായി, തനിച്ചായി. ചെറുപ്പത്തിൽ തന്നെ ഒറ്റ ചിറകുകൊണ്ട് പറക്കാൻ വിധിക്കപ്പെട്ടവൾ. ആരും തളർന്നു പോകുന്ന കൈപ്പേറിയ ജീവിതം. നമ്മളാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരണം നമുക്കറിയാം. പക്ഷെ അന്ന ഈ അനുഭവങ്ങൾ അവളെ ദൈവത്തിൽ നിന്ന് അകറ്റിയില്ല എന്ന് മാത്രമല്ല, അവൾ കൂടുതൽ ദൈവത്തോട് അടുക്കുകയാണ്. ദേവാലയം വിട്ടുപോകാതെ ഉപവാസവും പ്രാർത്ഥനയുമായി കഴിയുവാണ്. ഇതുപോലുള്ള നൊമ്പരങ്ങൾ ചില മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റും. പ്രാർത്ഥന നിർത്തും. ദൈവത്തിൽ നിന്ന് അകന്ന് എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ ഫലം? ഇതൊന്നും ദൈവം കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥനാ ജീവിതവും പള്ളിയിൽ പോക്കും ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ഈ അന്ന ദേവാലയം വിട്ടുപോകാതെ പ്രാർത്ഥിക്കുവാണ്, ദൈവത്തോട് ചേർന്നിരിക്കുവാണ്. ജീവിതം കൈവിട്ടു പോകുമ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അന്ന. ശമയോനെ പോലെ രക്ഷകനെ പ്രതീക്ഷിച്ച് കഴിയുകയാണ്. ഇവിടെ അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അതാണ്, ദൈവത്തെ സ്തുതിച്ചു. രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന ആ ഉണ്ണിയെ കണ്ടപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്തോഷ വാർത്ത എല്ലാവരോടും അറിയിക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. അതാണ് വാസ്തവത്തിൽ നാം എല്ലാവരും ചെയ്യുന്നത്. സദ്വാർത്ത ലോകം മുഴുവനും അറിയിക്കുകയാണ്. ഗുഡ്നസ് TV അത് തന്നെയാണ് ചെയ്യുന്നത്. നാം ഓരോരുത്തരും അത് തന്നെയാണ് ചെയ്യുന്നത്. മിഷണറിമാർ, സമർപ്പിതരും, വൈദികരും, എല്ലാവരും, അൽമായ സഹോദരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ എല്ലാ മനുഷ്യരോടും രക്ഷയുടെ സുവിശേഷം അറിയിക്കുന്ന ദൗത്യം. അപ്പോൾ ജീവിത സാഫല്യം അടയുന്ന അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചിലപ്പോൾ നൊമ്പരങ്ങളുണ്ടാകും, വേദനയുടെ അനുഭവങ്ങളുണ്ടാകും. അങ്ങനെ വരുമ്പോൾ അത് നമ്മളെ തളർത്താതെ അന്നയെപ്പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സാഫല്യമാണത്. കാരണം നമുക്കൊരു ജീവിതമേ ഉള്ളൂ, അത് അർത്ഥവത്തായിട്ട് ജീവിക്കണം. പല കുടുംബങ്ങളിലും കാണുന്നൊരു പ്രത്യേകത, നമ്മുടെ ജീവിതയാത്ര സഫലമാകേണ്ട യാത്ര സഫലമാകുന്നില്ല എന്ന് മാത്രമല്ല, വിഫലമാക്കുകയും വിലാപയാത്രയാക്കുകയും ചെയ്യുന്ന അനുഭവമാണ് പല കുടുംബങ്ങളിലും. വാസ്തവത്തിൽ നമ്മുടെ കുടുംബജീവിതവും സമൂഹ ജീവിതവും സാഫല്യമടയേണ്ട ഒന്നാണ്. അർത്ഥവത്തായി ജീവിക്കുമ്പോഴാണത്. അത് പലപ്പോഴും വിഫലമാക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്നിട്ട് അത് ജീവിതം തന്നെ വിലാപയാത്രയാണ്. ഒരു ദിവസം പോലും അല്പം സന്തോഷം അനുഭവിക്കാൻ പറ്റാതെ പോവുകയാണ്. ഇന്ന് നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ സന്തോഷം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം. അല്ലാതെ മറ്റുള്ളവരെ വേദനിക്കുമ്പോൾ സന്തോഷിക്കുന്നതല്ല, മറ്റുള്ളവർക്കൊരു പരാജയം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നതല്ല. മറ്റുള്ളവർക്ക് സന്തോഷവും സ്നേഹവും കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവം, അതാണ് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം നൽകുന്ന അനുഭവമാണ്. അതാണ് യേശു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞല്ലോ, പിതാവെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു, എൻ്റെ ആത്മാവിനെ നിനക്ക് ഞാൻ തരുന്നു. അപ്പോൾ ആ ഒരു എത്ര ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ദൗത്യം പൂർത്തിയാക്കിയിട്ട് തിരിച്ചു പോകുന്നത്. നമുക്ക് ആകപ്പാടെ ഒരു ചെറിയ ജീവിതമേ ഉള്ളൂ. ആ ഒരു ജീവിതം നമ്മൾ സന്തോഷം അനുഭവിക്കുക,
നമ്മൾ മൂലം മറ്റുള്ളവർ സന്തോഷം അനുഭവിക്കുന്നു എന്നതായിരിക്കണം നമ്മുടെ യഥാർത്ഥ സന്തോഷം. അങ്ങനെ സന്തോഷം അനുഭവിച്ച് സന്തോഷം കൊടുത്തും പോകുമ്പോൾ ദൈവം നമ്മിലുണ്ട്. സദ്വാർത്ത അതാണ്. അപ്പോൾ രക്ഷകനെ കണ്ടെത്തുമ്പോഴാണ് ഈ അനുഭവം. ഈ അന്നയ്ക്കും ശിമെയോനും അതേ അനുഭവമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭവമാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 6 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടെ നിന്ന് ഉയർത്തും. നമ്മുടെ പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. ശക്തമായ കരത്തിൻ കീഴെ നിൽക്കുക ദൈവത്തിൻ്റെ. അപ്പം ദൈവം നമ്മളെ താങ്ങും, സപ്പോർട്ട് ചെയ്യും, തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. നിൻ്റെ ഉത്കണ്ഠകളൊക്കെ കർത്താവിനെ ഭരമേൽപ്പിക്കുക. അവിടുന്ന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാവണം. നമ്മൾ എന്തിനാണ് നിരാശപ്പെടേണ്ടത്? വേദനിക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ്. ദൈവം തന്നിരിക്കുന്ന ആ കാര്യങ്ങൾ, ഇനി കുറവുകളുണ്ടെങ്കിലും അത് നിറവുകളാക്കാൻ കഴിവുള്ള ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന ചിന്ത നമ്മൾ കൈവെടിയണം. ആ ചിന്ത നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചാരിതാർത്ഥ്യം, ജീവിതത്തിൻ്റെ ചാരിതാർത്ഥ്യം, സങ്കീർത്തനം 23 പറയുന്നുണ്ടല്ലോ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ആ ദൈവമാണ്. അപ്പോൾ ദൈവത്തോടൊപ്പമുള്ള അനുഭവമാണ് നമുക്ക് സന്തോഷം നൽകുന്നത്. ദൈവത്തെ കണ്ടെത്തണം, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയണം. ആ സ്നേഹം കവിഞ്ഞ് നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് സന്തോഷം, യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതാണ് ഈ അന്നയ്ക്കും ഈ ശിമെയോനും കിട്ടിയിട്ടുള്ളതാണ്. യെരമ്യായിലൂടെ 1-ാം അധ്യായം 8 പറയുന്നുണ്ട്, നീ അവരെ ഭയപ്പെടേണ്ട, നിൻ്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. അപ്പോൾ കർത്താവാണിത് പറയുന്നത്. യെശയ്യാ 43:5 പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ഈ കർത്താവിനോട് കൂടെയായിരിക്കുന്ന അനുഭവം, എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ദൈവത്തോട് കൂടെയല്ലാതായി പോവുകയാണ്. അവിടെയാ തകരാറ് സംഭവിക്കുന്നതും. അപ്പോൾ ദൈവത്തോട് കൂടെയായിരിക്കുക, ദൈവത്തെ കണ്ടെത്തുക, അത് രക്ഷയായി നമുക്ക് തിരിച്ചു വരും. സന്തോഷമായി, സമാധാനമായി, എന്തെങ്കിലും ഭൗതികമായി നേടിയെടുക്കുന്നതിലല്ല സന്തോഷം. ഈ അന്നായും ശിമെയോനെ പോലെ ജീവിത സാഫല്യം, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ദൗത്യം, തകർച്ചകളിലൂടെ പോകുമ്പോഴും കർത്താവ് നമ്മോടൊപ്പമുണ്ട് എന്ന ഒരു ചിന്ത നഷ്ടപ്പെടാതിരിക്കട്ടെ. ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞ അവസാനത്തെ വാചകം അതാണ്. ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കർത്താവിനോട് കൂടെ യാത്ര ചെയ്യാം. നമ്മുടെ ജീവിതയാത്ര അത് സാഫല്യമാവട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അവിടുന്ന് നൽകിയ നല്ല വചനത്തിന് കർത്താവെ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിത സാഫല്യമായി അവിടുത്തെ കണ്ടെത്തുവാനും അത് ഞങ്ങൾക്ക് രക്ഷയുടെ, സമാധാനത്തിൻ്റെ, സംതൃപ്തിയുടെ, ചാരിതാർത്ഥ്യത്തിൻ്റെ അനുഭവമായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം തകർച്ചയുടെ അനുഭവങ്ങളിലൂടെ പോകുമ്പോഴും നൊമ്പരങ്ങളുണ്ടാവുമ്പോഴും അകന്നു പോകാതെ, അവിടുത്തെ സന്നിധിയിൽ നിന്ന് അകന്നു പോകാതെ അവിടുത്തെ കുരിശിനോട് ചേർന്ന് നിൽക്കാൻ, ആ കുരിശിൽ കാണുന്ന അവിടുത്തെ തിരിച്ചറിയുവാൻ, അതിന് ശേഷമുള്ള മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആ യാത്രയിൽ കർത്താവെ പതറിപ്പോകാതെ ഒരുമിച്ച് അവിടുത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ. ഒപ്പം ഞങ്ങളിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മിഷനറിമാരെയും സമർപ്പിതരെയും
അൽമായ സഹോദരങ്ങളെയും സദ്വാർത്ത അറിയിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരോട് ചേർന്ന്, ഇടവക മധ്യസ്ഥരായ വിശുദ്ധരോട് ചേർന്ന് ഞങ്ങളുടെ ഈ പ്രാർത്ഥന യേശു വഴി പിതാവായ ദൈവമേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ യേശുവിലൂടെ, യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവമേ അവിടത്തേക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മനം തകരരുതേ. നിന്നെ കാണും നിന്റെ ദൈവം കൂടെയുണ്ടല്ലോ. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മനം തകരരുതേ. നിന്നെ കാണും നിന്റെ ദൈവം കൂടെയുണ്ടല്ലോ. ദൂർത്തനായി നീ അലഞ്ഞിടിലും ആർത്തനായി നിന്നെ തേടും താതൻ. നാശകരമാം വഴിയിൽ നിന്ന് കരകയറ്റും നല്ലിടയൻ. തകർന്നിടേണ്ട പൊന്മകനെ താങ്ങായി ദൈവം കൂടെയുണ്ട്. തകർന്നിടേണ്ട പൊന്മകനെ താങ്ങായി ദൈവം കൂടെയുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മനം തകരരുതേ. നിന്നെ കാണും നിന്റെ ദൈവം കൂടെയുണ്ടല്ലോ.
തകർച്ചയിൽ കണ്ണും നട്ട് കാത്തിരിക്കും പിതാവും അമ്മയും തിരിച്ചു വരിക പൊന്മകനെ, താങ്ങായി ദൈവം കൂടെയുണ്ട്. തിരിച്ചു വരിക പൊന്മകനെ, താങ്ങായി ദൈവം കൂടെയുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മനം തകരരുതേ. നിന്നെ കാണും നിന്റെ ദൈവം കൂടെയുണ്ടല്ലോ. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മനം തകരരുതേ. നിന്നെ കാണും നിന്റെ ദൈവം കൂടെയുണ്ടല്ലോ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് യേശുവിൻ്റെ സമാധാനം, യേശുവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശു എപ്പോഴൊക്കെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടോ കണ്ടോ അല്ലെ അവരോട് തന്നെ നൽകിയത് നിയോഗത്തിൽ എടുത്തു പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ എവിടെ പോയാലും സമാധാനം ആശംസിക്കണം. നമുക്ക് ആ സമാധാനം യേശുവിലും സ്വീകരിക്കാം. സന്തോഷത്തോടെ നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. മാർപ്പാപ്പായോട്, സഭയോട്, മെത്രാപ്പൊലീത്താമാരോട്, കർദിനാൾമാരോട്, മെത്രാന്മാരോട്, വൈദികരോട്, സമർപ്പിതരോട്, അൽമായ സഹോദരങ്ങളോട് എല്ലാം ചേർന്ന് ഭക്തിപൂർവ്വം നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, മരിയൻ കൂടാരങ്ങളിൽ ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന, ജപമാല എന്നിവയോട് ചേർന്ന് നമുക്കും ഒരു ജപമാല ഇന്നേ ദിവസം ചൊല്ലി ഡിവൈൻ ശുശ്രൂഷകളുടെ വിജയത്തിനും ഗുഡ്നസ് TV-യുടെ വിജയത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. മറക്കരുത്, നമ്മുടെ നിയോഗം സദ്വാർത്ത അറിയിക്കുന്ന എല്ലാ വൈദികർ, സമർപ്പിതർ, അതുപോലെ അൽമായ സഹോദരങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഇന്നൊരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ. ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.